കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം പിന്നെയും അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ഒരു പാട്ട് പാടി അത്യാവശ്യം കർത്താവ് തരുന്ന ആലോചനയും തന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്കൊരു പാട്ട് പാടാം. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന്, അതെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പഴയ നിയമകാലത്ത് അതിവിശുദ്ധ സ്ഥലത്ത് എത്തണമെങ്കിൽ പുരോഹിതൻ്റെ മധ്യസ്ഥയിൽ വേണമായിരുന്നു. എന്നാൽ ഏത് സമയത്തും അപ്പയുടെ കൃപാസനത്തിലെത്താൻ നമുക്ക് ഫുൾ ഫ്രീഡം കർത്താവായ യേശുക്രിസ്തു വന്നതോടുകൂടി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച്, നിങ്ങൾ എവിടെ ആയിരുന്നാലും, നിങ്ങൾ ഭൂമിയുടെ ഏതറ്റത്തിരുന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുകയാണെങ്കിലും ഈ പാട്ട് കേൾക്കുകയാണെങ്കിലും, കർത്താവ് സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമാകയാൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോട് പാടുമ്പോൾ, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഈ പാട്ട് പാടുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ പാടുമ്പോൾ ചില കെട്ടുകൾ അഴിയുവാനും, അതെ, ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിനകത്തൊരു നല്ലൊരു റിസൾട്ട് ഇന്ന് ദൈവം തരുവാനും സഹായിക്കും ദൈവം. നമുക്ക് പാടാം. ദാവീദിൻ ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, ദാവീദിൻ ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, നീ തുറന്നാലതു അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്, നീ തുറന്നാലതു അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ, ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ, മടങ്ങിടുമേ സർവമുഴങ്കാലുകളും, എല്ലാ നാവും പാടിടും നിന്നെ, മടങ്ങിടുമേ സർവമുഴങ്കാലുകളും, എല്ലാ നാവും പാടിടും നിന്നെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു, 7 രാജാമുടി ശിരസതിൽ ധരിച്ചു, 7 പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, 7 പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, 7 പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. പിന്നെയും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ദാവീദിൻ്റെ ഗോത്രത്തിൽ, അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവ്, ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള യേശു കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ഏത് വഴിയാണോ നിൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നത്, ആ അടഞ്ഞു കിടക്കുന്ന വഴി ഇന്ന് കർത്താവിനാൽ തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം അടച്ചാൽ അത് ആർക്കും തുറക്കാനും കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് അനേക ദൂതസഞ്ചയത്തിൻ്റെ ആരാധ്യനാണ്. ആ കർത്താവ്, അതെ, പുസ്തകം തുറക്കുവാനും അതിൽ 7 മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം നാളുകളായിട്ട്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട്
നിങ്ങളുടെ മുന്നിൽ അടച്ച് കെട്ടിവെച്ചിരിക്കുന്നത് പോലെ, മുദ്ര വെച്ചതുപോലെ ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അതേ സ്തോത്രം. എത്ര അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന, മുദ്ര വെച്ച് പിശാച് മുദ്ര വെച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു കർത്താവ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളെ തുറപ്പാനും അതിൽ 7 മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെയുള്ള സകലത്തിലും അധികാരമുള്ള യേശു കർത്താവ് മാത്രമാണ് അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ. അങ്ങനെയാണെങ്കിൽ അന്ധകാര ശക്തികൾക്ക് നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ഓരോരുത്തരും വിളിക്കുമ്പോൾ പറയാറുണ്ട്, സിസ്റ്ററെ, ഞാൻ ഓരോ വിഷയത്തിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്നു, എൻ്റെ കുഞ്ഞിന് എഴുന്നേൽക്കാൻ വയ്യ, അവന് വേണ്ടി ഞാനൊന്ന് ഉപവസിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതികൂലങ്ങളാണ്. മുദ്ര വെച്ചതുപോലെ പിശാച് ഞങ്ങളുടെ ഭവനത്തെ മുദ്ര വെച്ചതുപോലെ ഞങ്ങൾ ഭാരപ്പെടുകയാണ്. എന്താ ചെയ്യുന്നത്? സ്തോത്രം. അസ്വസ്ഥതപ്പെടുകയാണ്. ദയവായി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇങ്ങനെ ഭാരപ്പെടുന്ന അനേകരുണ്ട് ദൈവത്തിൻ്റെ മക്കളെ. ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ ആയിട്ട് അനേക കോളുകൾ എനിക്ക് വന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവരോട് ഓരോ കാര്യങ്ങളും അവരുടെ ആ റൂട്ട് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് പിശാച് മുദ്ര വെച്ചിരിക്കുന്നത്, പിശാച് എന്തുകൊണ്ടാണ് അങ്ങനെ മുദ്ര വെച്ചതെന്ന് സ്തോത്രം ചോദിക്കാൻ കാരണമായപ്പോൾ ഹല്ലേലൂയ, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നാളുകളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന്. സ്തോത്രം. എന്നാൽ അവരുടെ റൂട്ട് മനസ്സിലാക്കിയപ്പോൾ സ്തോത്രം, ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശു കർത്താവ് എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ വളരെയധികം വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ, ദൈവം വിശുദ്ധനാണ്, നിർമ്മലനാണ്, നിഷ്കളങ്കനാണ്. കർത്താവ് ഇവിടെ വന്ന് ദൈവമായിരുന്നവൻ മനുഷ്യപുത്രനായി വന്നത് മനുഷ്യപുത്രരായി നമ്മളെ ദൈവപുത്രരാക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മക്കളായി നമ്മൾ തീരണം. ഓരോരുത്തരുടെയും ഓരോ റീസൺ ചോദിക്കുമ്പോൾ അവർ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണ്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും മാനസികമായിട്ട് അവർക്കൊരു വെറുപ്പോ, അവരെ ദ്രോഹിച്ചവർ, അവരെ അസ്വസ്ഥതപ്പെടുത്തി നിരന്തരം അവരെ പീഡിപ്പിച്ചവർ, വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ പീഡിപ്പിച്ച ഒരു കൂട്ടം ജനമാണ് അവരുടെ മുന്നിലുള്ളത്. അപ്പം അങ്ങനെയാകുമ്പോൾ അവരോട് മാനസികമായിട്ട് ഇവർക്കൊരു ഭാരവും അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയും അല്ലെങ്കിൽ അവരോടൊരു പക പോലെ അല്ലെങ്കിൽ അവരോടൊരു താങ്ങാൻ കഴിയാത്ത വിഷമമായിരിക്കുന്നതാണ് അങ്ങനെ ഒരു വിഷയത്തിൽ അവർ അകപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നീതിമാനായതുകൊണ്ട് ഒരു വ്യക്തിയോട് നമ്മൾ മാനസികമായിട്ട് അകന്നു നിൽക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. കർത്താവ് നീതിയുള്ളവനായതുകൊണ്ട്. എന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോടും ക്ഷമിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മളെ നീറിപ്പുകയുന്ന, നമ്മളെ തകർത്തവരെ ഓർത്ത്, നമ്മുടെ കുടുംബജീവിതം തകർത്തവർ, നമ്മുടെ ഭാവിയെ തകർത്തവർ, നമ്മുടെ തലമുറകളെ മുന്നോട്ട് വിടാതെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, ഏതെങ്കിലും ആയിരിക്കാം വിഷയങ്ങൾ, അതുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരോട് നമുക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ അല്ലെ നമ്മളെ തകർക്കാൻ നോക്കിയവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മളോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്താ സൃഷ്ടി അങ്ങനെ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് കാൽവരി ക്രൂശിൽ പോയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവിടെ തന്നെ ഉപദ്രവിച്ചവരെയും അല്ലെ കർത്താവിനെ പീഡിപ്പിച്ചവരെയും വേദനിപ്പിച്ചവരെയും ഓർത്തിട്ട് കർത്താവ് എന്താ അവസാനം പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. ഇന്ന് പകൽക്കാലം നമുക്കൊരു കാര്യം ഞാൻ വളരെയധികം ശ്രദ്ധയോട് നിങ്ങൾ പറയുന്നു, നിങ്ങളത് ശ്രദ്ധയോട് കേൾക്കണമേ. നമ്മൾക്ക് ആരോടെങ്കിലും ഒരു ചെറിയ കയ്പുണ്ടെങ്കിൽ, ഒരു വേദനയുണ്ടെങ്കിൽ, അസ്വസ്ഥതയുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് പറ, കർത്താവെ, അവരിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തി കൊണ്ടാണ് എന്നെ അവർ അസ്വസ്ഥതപ്പെടുന്നത്, എന്നെ അവർ പീഡിപ്പിക്കുന്നത്. ദൈവം അവരോട് ക്ഷമിക്കണമെന്ന് ഹൃദയം തുറന്ന് അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് പുസ്തകങ്ങളെ തുറപ്പാനും അതിൽ 7 മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ സകല ബന്ധനങ്ങളും അഴിയുവാൻ ഇടയാകും. ദൈവം വ്യവസ്ഥയുള്ളവനാണ് ദൈവത്തിൻ്റെ മക്കളെ. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ മുന്നിൽ നമുക്ക് സറണ്ടർ ചെയ്യാം. കർത്താവ് പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവ് നമ്മളെ
അതിൽ നമുക്കൊരു പാപക്ഷമ തന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ലംഘനങ്ങളെ ദൈവം ക്ഷമിച്ചു കഴിയുമ്പോൾ അത് ചില കടുങ്കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയുവാനിടയാകും. ചില പിശാച് മുദ്ര വച്ചിരിക്കുന്ന ആ മുദ്രയെ പൊട്ടിക്കുവാൻ യോഗ്യനായ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം, ഹല്ലേലൂയ. പാപം നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ നമ്മുടെ ദൈവം വിശുദ്ധനാകയാൽ ആ ദൈവത്തിന് വിശുദ്ധി വിട്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പറഞ്ഞ് ഉപേക്ഷിച്ച്, ദൈവമേ, ഞാൻ ഏത് വിഷയത്തിലാണോ ഞാൻ അടിമപ്പെട്ട് കിടക്കുന്നത് ആ വിഷയത്തിൽ നിന്നും ആ നുകം എൻ്റെ മേൽ നിന്ന് എടുത്തു മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ കെട്ടുകൾ അഴിഞ്ഞ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് ദൈവം മറുപടി തരുവാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഏത് വിഷയമായിക്കോട്ടെ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് വന്നിട്ടുണ്ട്. മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ നസ്രയനായ യേശു നമ്മുടെ മുന്നിലുണ്ട്. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ഹല്ലേലൂയ. നിൻ്റെ മക്കൾ അവിടങ്ങളിലിരുന്ന് കർത്താവേ ഈ പാട്ടും അതേ മെസ്സേജും പ്രാർത്ഥനയും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നിൻ്റെ മക്കൾക്ക് വെള്ളങ്ങളുടെ മേലെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ നല്ല വാർത്തകൾ കേൾക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഭൂമിയുടെ അറ്റം വരെയും, അതേ ഭൂമി അവിടങ്ങളിൽ അതാത് രാജ്യങ്ങളിൽ ഇരുന്ന് നിൻ്റെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. വിവിധ പ്രതികൂലങ്ങളായിരിക്കാം. ഒന്നുകിൽ കർത്താവെ മക്കളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മരുമക്കളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കർത്താവെ കൊച്ചുമക്കളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ കുടുംബ ജീവിതത്തിനകത്തായിരിക്കാം. ഏതെങ്കിലും പ്രതികൂലത്തിൽ കഴിയുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും കർത്താവെ ഒരു തരത്തിലും മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ അത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ പുസ്തകങ്ങളെ തുറപ്പാനും അതിൽ 7 മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളുടെ സകല ബൗണ്ടറികളെയും പൊട്ടിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സ്തോത്രം. എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവം ഒരു വാതിൽ കർത്താവെ അടച്ചാൽ അതാർക്കും തുറക്കുവാനും കഴിയത്തില്ല. ദൈവം തുറന്ന വാതിലിനായി നന്ദി പറയുന്നു കർത്താവെ. നിൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന സകല വിഷയത്തിൻ്റെ മേലും കർത്താവെ, സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിൻ്റെ മേൽ ഇന്നൊരു ദൈവ പ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം ഇറങ്ങി എൻ്റെ വിഷയത്തിനൊരു അത്ഭുത മറുപടി തന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള വിടുതലല്ല കർത്താവെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഞങ്ങൾക്ക് എത്തണം. അതേ, നിത്യരാജ്യത്തിൻ്റെ അവകാശികൾ ഞങ്ങളായിത്തീരണം. അതുകൊണ്ട് അപ്പൻ്റെ മക്കളായി ഞങ്ങൾ ജീവിപ്പാൻ തക്കവണ്ണം, അപ്പനോട് ചേർന്ന് ജീവിപ്പാൻ, അപ്പൻ്റെ ശബ്ദം, ഇമ്പമേറിയ ശബ്ദം ഇന്നും കേട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല മേഖലകളെയും കവർ ചെയ്തതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നല്ലൊരു വിടുതൽ തന്ന് സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകളെ ഇന്ന് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.